നമ്മുടെ ഗവർണർ ശ്രീമാൻ ആരിഫ് മുഹമ്മദ് ഖാൻ, അദ്ദേഹം വല്ലപ്പോഴുമാണല്ലോ കേരളത്തിലുള്ളത്. സ്വന്തം സംസ്ഥാനത്ത് ഗവർണർ നിലയിലും കൂടുതൽ സമയം ടൂറിലാണല്ലോ, പ്രത്യേകിച്ചും ഡൽഹിയിൽ പോയിട്ട് പുള്ളിക്ക് പല കാര്യങ്ങളും സാധിക്കാറുണ്ട്. അപ്പോൾ പുള്ളി ഇപ്പോൾ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഡൽഹിയിലാണ്. ഡൽഹിയിലേക്ക് പോകുന്ന വഴിക്കാണ് SFIക്കാർ എയർപോർട്ടിന് മുമ്പ് വെച്ചിട്ട് അദ്ദേഹത്തിന് എതിരെ കരിങ്കൊടി കാണിച്ച് നമുക്കറിയാമല്ലോ. എന്നിട്ട് അദ്ദേഹം ഡൽഹിയിലെത്തിയിട്ട് SFIക്ക് നേരെ ആഞ്ഞടിച്ചു. അതൊക്കെ വീഡിയോകൾ നമ്മൾ കണ്ടതാണ്. ഇന്ന് അദ്ദേഹം വീണ്ടും പറഞ്ഞിരിക്കുന്നു, എന്ത് പച്ച നുണയാണ് ഒരു ഗവർണർ പറയുന്നതെന്ന് ആലോചിക്കണം. അതിനെ ഒരു മാധ്യമങ്ങളും അതിനെപ്പറ്റി ഒന്നും ചർച്ച ചെയ്യുന്നില്ല. അദ്ദേഹം പറഞ്ഞിരുന്നത് എന്താണ്? ഗവർണറെ ചാൻസലർ ആക്കിയാണ് UGC ചട്ടങ്ങൾ രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നുകൂടി പറയാം, ഗവർണറെ ചാൻസലർ ആക്കിയാണ് UGC സ്വന്തം ചട്ടങ്ങൾ രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഡൽഹിയിൽ വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. എന്ത് ശുദ്ധ നുണയും കുത്തിത്തിരിപ്പുള്ള വാക്കുകളാണത് എന്ന് ഒരു മാധ്യമങ്ങളും ചോദിക്കുന്നില്ല. ഗവർണർ എന്ന് പറയുന്നത് ഭരണഘടനാ പദവിയാണ്, ആർക്കൊരു സംശയമില്ല. പക്ഷേ സർവകലാശാലകളുടെ ചാൻസലർ എന്ന് പറയുന്നത് അതാത് സംസ്ഥാനങ്ങളിലെ നിയമസഭ പാസ്സാക്കിയ നിയമപ്രകാരം കിട്ടുന്ന ഒരു പദവി മാത്രമാണ്. ആ പദവി പിൻവലിക്കാനും അതത് സംസ്ഥാനത്തിലെ നിയമസഭയ്ക്ക് അധികാരമുണ്ട്. ഇത് പിൻവലിക്കുന്നതായി ഒരു നിയമം പാസ്സാക്കിയിട്ട് വീണ്ടും ഗവർണർക്ക് ഒപ്പിടണമല്ലോ. അദ്ദേഹം അയച്ചു കൊടുത്താൽ അദ്ദേഹം ഒന്നുകിൽ അത് തിരിച്ചയക്കുക, വീണ്ടും അയച്ചു കൊടുത്താൽ ഒപ്പിടുക, അല്ലാതെ വേറെ മാർഗമില്ല. അപ്പോൾ ചാൻസലർ എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ പദവിയേ അല്ല. പക്ഷെ ഇദ്ദേഹം എന്താണ് തെറ്റിദ്ധരിപ്പിക്കുന്നത്? ഇപ്പൊ തന്നെ ഗുജറാത്തിൽ നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിട്ടിരുന്ന ഗുജറാത്തിൽ പോലും ആലോചിക്കണം നമ്മൾ, അവിടെ പോലും ആ സംസ്ഥാനത്ത് ഗവർണർ ചാൻസലർ അല്ല സർവകലാശാലകളിലെ. അത് മനസ്സിലാക്കണം. മഹാരാഷ്ട്രയിൽ ഗവർണർ ചാൻസലർ അല്ല. കാരണം ഇത് ഭരണഘടനാ പദവിയെ അല്ലിത്. ഇത് സംസ്ഥാന നിയമസഭകൾ പാസ്സാക്കി കൊടുക്കുന്ന ഒരു പദവിയാണ്. ഇതേപോലെ ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ചാൻസലർ സ്ഥാനം പിൻവലിക്കാനുള്ള നിയമങ്ങൾ പാസ്സാക്കിയ സംസ്ഥാനങ്ങൾ സമീപകാലത്ത് തമിഴ്നാട്, പഞ്ചാബ്, പശ്ചിമ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങൾ നിയമസഭയിൽ ഇത് പാസ്സാക്കിയിട്ട് ഇത് ഒപ്പിടാൻ ചാൻസലർക്ക് അയച്ചു കൊടുത്തിട്ട് ഒപ്പിടാതെ മാറ്റിവെച്ചിരിക്കുകയാണ്. അതായത് ചാൻസലറിനെ ഗവർണർക്ക് ഒപ്പിടാൻ വേണ്ടി അയച്ചിട്ട് മാറ്റിവെച്ചിരിക്കുകയാണ്. അതിനെതിരെയുള്ള കേസ് സുപ്രീം കോടതിയിൽ നടക്കുകയാണ്. അപ്പം ഇത് ഇങ്ങനെയുള്ള ഒരു ഈ ശുദ്ധ നുണ പറയുന്ന ഒരു ഗവർണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നില്ല. ഇനി ഞങ്ങൾക്കൊരു കാര്യം പറയാനുള്ളത്, അദ്ദേഹം ഇപ്പം തിരിച്ച് ഡൽഹിയിൽ നിന്ന് ഇപ്പം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഒരു പരിപാടി പങ്കെടുക്കാൻ വരികയാണ്. അതൊക്കെ അവിടെ താമസിക്കും, ഗസ്റ്റ് ഹൗസിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അടുത്ത പരിപാടിക്കുള്ള കോപ്പ് കൂട്ടുകയാണ്. അപ്പോൾ അവിടെ SFI ജാഗ്രത പുലർത്തണം. ഞങ്ങൾക്ക് പറയാനുള്ളത്, SFI പ്രഖ്യാപിച്ചിട്ടുണ്ട് ഗവർണർ ഏത് ക്യാമ്പസിൽ വന്നാലും ഞങ്ങൾ തടയുമെന്ന്. ചാൻസലർ എന്ന നിലയിൽ വരികയാണെങ്കിൽ തടയുമെന്ന്. പക്ഷേ അതിനകത്തൊരു ഒരു കോംപ്ലിക്കേഷൻ ഉണ്ട്. അത് SFI നേതൃത്വം പരിശോധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് ഞങ്ങൾ പറയുകയാണ്. കാരണം ചാൻസലറായിട്ടാണ് അദ്ദേഹം സർവകലാശാല ക്യാമ്പസിൽ വരുന്നതെങ്കിലും അദ്ദേഹം ഗവർണർ കൂടിയാണ്, ഭരണഘടനാ പദവിയാണ്, അതൊരു സംസ്ഥാന ഭരണ തലവനാണ്. അദ്ദേഹത്തിന് അതിന് അതിശക്തമായ സുരക്ഷ കൊടുക്കേണ്ട ബാധ്യത പോലീസിനുണ്ട്. ഇപ്പം മുഖ്യമന്ത്രിക്കുമൊക്കെ കൊടുക്കുന്ന പോലെ തന്നെ അതിന് തുല്യമായാൽ അതിനേക്കാൾ വലിയ സുരക്ഷ കൊടുക്കേണ്ടതുണ്ട്. അപ്പം SFIയുടെ ഈ ഒരു ബഹിഷ്കരണ ആഹ്വാനവും കരിങ്കൊടി കാണിക്കാൻ പ്രതിഷേധിക്കാം, പക്ഷേ തടയുന്ന ഘട്ടത്തിലേക്ക് പോകുന്നത് അദ്ദേഹം ഒരു ചാൻസ് നോക്കിയിരിക്കുകയാണ്. ഇത്രയും ഒരു കുരുട്ട് ബുദ്ധിയുള്ള ഒരു ഗവർണർ കേരളത്തിൽ ഇതുവരെ വന്നിട്ടില്ല എന്ന് ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുകൊണ്ടാണ്. അദ്ദേഹം അടുത്തൊരു ലോ ആൻഡ് ഓർഡർ വിഷയം ഉണ്ടാക്കാൻ കാത്തിരിക്കുകയാണ്. ഇനി മാസങ്ങളെ അദ്ദേഹത്തിന് ഗവർണർ കാലാവധിയുള്ളൂ. അതിനുള്ളിൽ എന്തെങ്കിലും കയ്യിൽ വീണ് കിട്ടിയാൽ അത് വെച്ചിട്ട് കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാരിനെ പ്രീണിപ്പിച്ചിട്ട് അടുത്ത പദവി കൈക്കലാക്കാൻ വേണ്ടി നോക്കി നടക്കുന്ന ആളാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് SFI തിരിച്ചറിയണം. അതുകൊണ്ട് ഞങ്ങളുടെ അപേക്ഷ SFIയോട് അഭ്യർത്ഥന ഞങ്ങൾക്ക് പറയാനുള്ളത്, തടയാൻ നിൽക്കണ്ട, നിങ്ങൾ കരിങ്കൊടി കാണിച്ചോളൂ, പ്രതിഷേധിച്ചോളൂ. പ്രതിഷേധ സംഗമങ്ങൾ ഓരോ ക്യാമ്പസിലും നടത്തൂ, ഓരോ യൂണിവേഴ്സിറ്റിയിലും നടത്തൂ. ഈ ഗവർണർ ആരാണ്, ഈ മാന്യൻ ആരാണ് എന്ന് പൊളിച്ചടുക്കുക. അദ്ദേഹത്തെ, ആരിഫ് മുഹമ്മദ് ഖാന്റെ ഈ ഒരു രീതികളെ, അദ്ദേഹം ഇതുവരെ ചെയ്ത കാര്യങ്ങളെ പൊളിച്ചടക്കി ഓരോ ക്യാമ്പസുകളിലും സംവാദം സംഘടിപ്പിക്കുക.
അദ്ദേഹത്തെ തടയുന്നതിനേക്കാളും ഏറ്റവും നല്ലത് അതൊരു ക്രമസമാധാന പ്രശ്നമായിട്ട് മാറും. SFI കുറെക്കൂടെ ബുദ്ധിപരമായിട്ട് അയാളെ ബഹിഷ്കരിക്കുക, തടയാൻ പോകരുത്, ബഹിഷ്കരിക്കുക. ഗവർണറെ ചാൻസലർ എന്ന നിലയിൽ ബഹിഷ്കരിക്കുക. എന്നിട്ട് പ്രതിഷേധ സംഗമങ്ങൾ സംഘടിപ്പിക്കുക. എന്നിട്ട് ഈ മഹാൻ ആരാണെന്ന് തുറന്ന് കാട്ടുക സമൂഹത്തിന് മുമ്പിൽ, വിദ്യാർത്ഥി സമൂഹത്തിന് മുമ്പിൽ പ്രത്യേകിച്ചും. ഇതാണ് SFIക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു കാര്യം എന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അദ്ദേഹത്തെ ക്യാമ്പസിൽ തടയാൻ പോകുന്നത് വലിയ തിരിച്ചടികൾ ഉണ്ടാക്കും, സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. കേന്ദ്രത്തിനും നരേന്ദ്രമോദി സർക്കാരിനും കയ്യിൽ വടി കൊടുക്കുന്ന, കേരളത്തെ തല്ലാൻ വടി കൊടുക്കുന്ന ഒരു സംഭവമായിട്ട് അത് മാറ്റിയെടുക്കാൻ ഉള്ള കൗശല ബുദ്ധി, കുറുക്കന്റെ ബുദ്ധി ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ട് എന്ന് നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് SFI വളരെ സൂക്ഷിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.